ഇയാൾ അറസ്റ്റ് ചെയ്യണം സാർ. കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാതെ ഗുണ്ടായുസം കാണിച്ച തെറ്റിന്. കടം പേടിച്ചതിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ നിന്നല്ലോ, ബാങ്കിൽ നിന്നല്ലേ? ഇയാൾ മൂക്കറ്റ കുടിച്ചിട്ടുണ്ട് സാർ. ഉണ്ടോ? ഞാൻ കുടിച്ചിട്ടുണ്ട്, മൂക്കറ്റം കുടിച്ചിട്ടുണ്ട്. സർക്കാർ ഇവിടെ ബാർ ലൈസൻസ് കൊടുക്കുന്നതോ ബിവറേജ് കൊടുക്കുന്നതോ അതിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കുമ്പിട്ട് തൊഴാനല്ല, കുടിക്കാനാ. കുടിയുടെ കാര്യമൊക്കെ നമുക്ക് സർക്കാരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാം. മിസ്റ്റർ ബാബുരാജ്, നിങ്ങൾ ചെന്ന് ഉടനെ ജീവിക്കറ. അയാളെ പറഞ്ഞു വിടരുത്, ഇയാളുണ്ടല്ലോ. എന്ത് നിയമത്തിന് നേരെ കൈ ചൂണ്ടി നിന്ന് സംസാരിക്കുന്നോ? എക്സ്ക്യൂസ് മീ, എന്താ പേര്? വിശ്വംഭരൻ. ആ മിസ്റ്റർ വിശ്വംഭരൻ, പ്ലീസ് കം 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 കം. സി, ഒരു ഭാഗത്ത് പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി, മറുഭാഗത്ത് സമരം, പിറകെ ജപ്തി. ആർക്കായാലും വട്ടുപിടിക്കും. തൽക്കാലം നിങ്ങൾ തിരിച്ചു പോവുക. അയാളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒരു സാവകാശം കൊടുത്താൽ മതിന്നേ. അല്ല സാറേ, താങ്ക് യു. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാല്, മനുഷ്യനെ നമുക്ക് ഭ്രാന്തനാക്കാം, പക്ഷെ ഒരു ഭ്രാന്തനെ പിന്നെ ഭ്രാന്തനാക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ എന്തിനാ അയാളെ കണ്ട് ഇത്ര റെസ്പെക്ട് ചെയ്തത്? അത് പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോ അത് IPS കാരൻ അനുസരിക്കാതിരിക്കാൻ പറ്റൂ? അവൻ പോലീസ് ഒന്നുമല്ല, പിന്നെ ആ അമ്പലക്കര ബാബുവിന്റെ അനിയനാ അശോകൻ, അശോക ചക്രവർത്തി, നാടക നടൻ.